Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും SK ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്ക് നാളേക്ക് സ്വിങ്ങിന് പറ്റിയ ഒരു സ്റ്റോക്ക്, സ്വിങ് അല്ല, ഒരു മിഡ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്ക്, കൂടാതെ നമ്മൾ എല്ലാ ദിവസത്തെയും പോലെ നിഫ്റ്റി അതുപോലെ സ്മോൾ ക്യാപ്പിൻ്റെ അനാലിസിസ് നമുക്ക് ചെയ്യാം. അതിന് നിഫ്റ്റിയുടെ ചാർട്ട് എടുത്താൽ നിഫ്റ്റി ഇന്ന് നല്ല രീതിയിൽ മേലോട്ട് പോയതാണ്. പക്ഷേ ക്ലോസിങ് 23,400 മുകളിൽ ക്ലോസിങ് ചെയ്തു. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റേഞ്ചുകളൊക്കെ, നമ്മൾ ഇന്നലെ വരച്ചിട്ടുണ്ടായിരുന്നു. അതേ റേഞ്ച് പോലെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചതുണ്ട്. ഒരു എം പാറ്റേൺ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇന്ന് ചെറിയൊരു ക്യാൻഡിലാണ്, ഞാൻ ഇതുകൂടി ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണില്ല. ഇന്ന് മേലെ നോക്കി നല്ല രീതിയിൽ മേലോട്ട് പോയതാണ്. പക്ഷേ അവിടെ നല്ലൊരു സെല്ലിങ് പ്രഷർ, ഒരു 23,500 600 റേഞ്ചിൽ നിന്ന് നല്ലൊരു സെല്ലിങ് വന്നതാണ്. പക്ഷേ ക്ലോസ് ചെയ്തത് ഒരു 23,400 എബോവ് ആണ് ക്ലോസ് ചെയ്തത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റേഞ്ചിൻ്റെ മുകളിൽ നല്ലൊരു ക്ലോസിങ് കിട്ടിയിട്ടില്ലെങ്കിൽ, പെട്ടെന്ന് നല്ലൊരു റിക്കവറി വന്നിട്ടില്ലെങ്കിൽ നിഫ്റ്റി വീണ്ടും ബെയറിഷോട്ട് പോകാൻ സാധ്യതയുണ്ട്. കൂടാണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങും കൂടി കാണുന്നുണ്ട്. ഈ റേഞ്ച് ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ആണ്, ഒരു 2% അപ്പം അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുണ്ട്, ഈ റേഞ്ച് താഴത്തോട്ട് വരുമോ നമുക്കറിയില്ല. അങ്ങനെ ഒരു ഗ്യാപ്പ് ഫില്ലിങ് വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി ഏകദേശം ഈ റേഞ്ച് വരെ പോകാനുള്ള സാധ്യത ഉണ്ട്. ഒരു 23,100 ആ റേഞ്ചിലോട്ടൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. അതെല്ലാം ഇവിടെ നിന്ന് ഒരു ഫാസ്റ്റായിട്ട് റിക്കവറി ആണെങ്കിൽ നമുക്ക് പിന്നെ കുഴപ്പമില്ല. നിഫ്റ്റി നമുക്ക് ഈ ഒരു ഗ്രീൻ ലൈനിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് വീണ്ടും ഒരു ചെറിയ കൺസോളിഡേഷൻ കഴിഞ്ഞ് ഈ റേഞ്ച് ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ വീണ്ടും പഴയ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാൻ സാധ്യത ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്കൊരു ബെയറിഷ് സെറ്റപ്പാണ്, ടെക്നിക്കലി അറിയുന്നവർക്ക് അറിയാം. ഒരു ബെയറിഷ് ആയിട്ടുള്ള സെൻറ്റിമെൻ്റ് ആണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് കണ്ടു നല്ല രീതിയിലൊരു മേലോട്ട് വന്ന ഇൻഡെക്സ് ആണ്. അതിനുശേഷം ഇവിടുന്ന് ഒരു റീടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും മേലോട്ട്, പക്ഷേ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാണ്ട് താഴത്തോട്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ വീണ്ടും നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിൻ്റെ ആ റേഞ്ചിലോട്ട് വന്നിട്ട് ഇവിടുന്ന് കയറിയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലത്. ഈ റേഞ്ച് വീണ്ടും ചിലപ്പോൾ സപ്പോർട്ട് റെസിസ്റ്റൻ്റ് ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നിഫ്റ്റിയിൽ ഒരു പ്രതീക്ഷ വയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പും ഇന്ന് നമുക്ക് ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ചെറിയൊരു ക്യാൻഡിലാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു റെസിസ്റ്റൻസും സപ്പോർട്ട് റേഞ്ച് പഴയ ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ്. അപ്പോൾ അതേ റേഞ്ച് തന്നെ നിന്ന് കളിക്കുന്നുണ്ട്. ഇവിടുന്ന് തന്നെ ബ്രേക്ക് മേലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലത് ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യണം. ഈ ഒരു റേഞ്ച്, ഈ ഒരു വലിയൊരു ക്യാൻഡിൽ, റെഡ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോകണം. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ബ്ലൂ ലൈനും കൂടി ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിലൊക്കെ ഒരു മൊമെൻറ്റം കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അതുപോലെ കൂടാതെ നമ്മൾ ഇന്നലെ പറഞ്ഞ സ്റ്റോക്കാണ് ബയോകോൺ എന്ന് പറഞ്ഞ സ്റ്റോക്ക്. ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് നല്ല രീതിയിൽ മൂവ്മെൻറ്റ് തന്നിരുന്നു. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 5% മൂവ്മെൻറ്റ് ഈ ഒരു സ്റ്റോക്കിന് തന്നു. പക്ഷേ അത് കണ്ടേ, നമ്മൾ പറഞ്ഞ റേഞ്ചിൻ്റെ മുകളിൽ തന്നെ എൻട്രി എടുത്തവർക്ക് അറിയാം. ചില 1-2 പേരും ടെലിഗ്രാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നു ഇതിൻ്റെ ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ്, എൻട്രി ഒക്കെ പറഞ്ഞു തരണം വേണ്ടി നമ്മൾ ടെലിഗ്രാമിൽ ചോദിച്ചു. നമ്മൾ വീഡിയോയിലും പറയാറുണ്ട്. അറിയാത്തവർ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്തിട്ട് അവിടെ ചോദിക്കുക എന്നുള്ളത്. അതുപോലെ 1-2 ഫ്രണ്ട്സാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളത് നമ്മൾ പുറത്തുണ്ടായിരുന്നു, റീപ്ലൈ കൊടുത്തിരുന്നു. അപ്പോൾ നമുക്ക് നാളെ നോക്കാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ് ബാൽരാംചി എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. ദിവസമൊക്കെ 548 രൂപയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം 2% മുകളിൽ സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഇതിൻ്റെ ഒരു വീക്ക്ലി ചാർട്ട് എടുത്ത് കഴിഞ്ഞാൽ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടിന് അടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഏകദേശം നമുക്ക് ഡെയിലി ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ഹൈ ബ്രേക്ക് ചെയ്യുക, അതായത് ഇന്നത്തെ ഡേ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു എൻട്രി നോക്കാവുന്നതാണ്. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എൻട്രി നോക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൻ്റെ റിസൾട്ട് വരുന്നേ ഉള്ളൂ. 1-2 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ റിസൾട്ട് വരും. അപ്പോൾ ആ റിസൾട്ട് നല്ലതാണോ മോശമാണോ എന്നിരിക്കും. പിന്നെ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ്, കഴിഞ്ഞ റിസൾട്ടൊക്കെ മോശമാണോ അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ടെക്നിക്കലി നോക്കുമ്പോൾ സ്റ്റോക്കിൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത ഒരു സെറ്റപ്പാണ്. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ഏകദേശം ഒരു 10% സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട് നമുക്കിതിലേക്ക്, ഈ റേഞ്ച് വെക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു 15% ഒക്കെ ഒരു ടാർഗറ്റ് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. 15% ഒക്കെ ടാർഗറ്റ് നമുക്ക് ഇതിലേക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ കറക്റ്റായ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസും വേണമെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് അവിടെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്കാണ് നമ്മളൊരു മിഡ് ടൈമിലേക്കൊക്കെ വേണമെങ്കിൽ നോക്കാം. അതെല്ലാം ഷോർട്ട് ടൈമിലേക്കാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ചാർട്ടും കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് ഈ ട്രെൻഡ് ലൈനൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു താഴത്തോട്ട് സ്റ്റോക്ക് നല്ല ഇപ്പോൾ താഴത്തോട്ട് പോയി റിക്കവറായി മേലോട്ട് വരികയാണ്. കൂടാതെ റിസൾട്ടിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ആ റിസൾട്ട് ദിവസം ചിലപ്പോൾ
നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് തന്നിട്ട് ഇറങ്ങി പോകുമെന്ന് അറിയില്ല. ചിലപ്പോൾ റിസൾട്ടിന് മുന്നോടിയായിട്ട് ചിലപ്പോൾ 1-2 ദിവസം ഒരു മൂവ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ റിസൾട്ടിന് തലേ ദിവസം എക്സിറ്റ് ചെയ്തിട്ട് പിന്നീട് വീണ്ടും റീ എൻട്രി ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതല്ലെങ്കിൽ റിസൾട്ട് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ എൻട്രി അങ്ങനെയും നോക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിടാം. നമുക്ക് നാളെ വേറെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എല്ലാവരും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ഒന്ന് ജോയിൻ ചെയ്യുക. കൂടുതൽ വീഡിയോ കാണുന്നവർ എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യുക. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ ചെയ്താൽ നമ്മൾ തെറ്റിങ്ങനെ സംഭവിക്കും. കാരണം നമ്മൾ ഒറ്റ ഷോട്ടിലാണ് വീഡിയോ എടുക്കുന്നത്, നമ്മൾ കട്ടിങ്ങോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചില സമയത്ത് നമ്മൾ പറയുന്ന ചില വേർഡ്സും നമ്പറൊക്കെ ചിലപ്പോൾ മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്